അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയേണ്ട. +2 കഴിഞ്ഞ നിർധന യുവതികൾക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി. പണം വേണം, പണത്തിന് പഠനം വേണം. പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി. യൂണിവേഴ്സിറ്റി അംഗീകൃത CTDS കോഴ്സുകൾ, 28 വർഷത്തെ സേവന പാരമ്പര്യവും 10,000 യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. മുണ്ടത്തിക്കോട് മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുമെത്തി. ദുരിതത്തിലായി നാട്ടുകാർ. മഴക്കാലം വന്നതോടെ വീട്ടുപരിസരങ്ങളിലും കൃഷിയിടങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ഒച്ചുകൾ നിറഞ്ഞുകഴിഞ്ഞു. അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ചെറുതും വലുതുമായ ഒച്ചുകൾ കൂട്ടത്തോടെ എത്തുന്നത് മുൻ വർഷങ്ങളിലും പതിവായിരുന്നു. കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപവും ഒച്ചുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന നിലയിലാണ്. ഇതും ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. മേഖലയിലെ കൃഷികളും വ്യാപകമായി ഇവ നശിപ്പിക്കുന്നുണ്ട്. ഉപ്പുവെള്ളം കലക്കിയൊഴിച്ചും മറ്റും നാട്ടുകാർ പ്രതിരോധം തീർക്കുന്നുണ്ട്. ശാശ്വത പരിഹാരം കാണുന്നതിനായി അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ജനകീയ ആവശ്യവും ശക്തമാവുകയാണ്. സഭയിലെ ഡിവിഷൻ 39, 40, 41 മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട്. ഇവിടെ ഒരു യാർഡ് ഉണ്ടായിരുന്നു, പഴയ ഇരുമ്പ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വണ്ടി പൊളിച്ച യാർഡ്. ആ യാർഡ് വഴിയാണ് പാലക്കാട്ടിൽ നിന്നാണ് ഇത് എത്തിയത് എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ആദ്യം ചെറിയ രീതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ വ്യാപകമായി. ഇവിടെ നാട്ടുകാരും കൗൺസിലർമാരും എല്ലാവരും സർക്കാരിനും കൃഷിഭവനും അതുമായി ബന്ധപ്പെട്ട് കൗൺസിലിലൊക്കെ നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ചു. അതിനുശേഷം അവരുടെയൊക്കെ മറുപടി ഉപ്പിട്ടാൽ നശിച്ചു പോകുന്നതാണ്. പലതവണ ഉപ്പിട്ടിട്ടും ഇതിൻ്റെ എണ്ണം കൂടുകയല്ലാതെ ആ ഉപ്പിട്ടത് നശിക്കുമെന്നല്ലാതെ നൂറുകണക്കിന് ഒച്ചുകൾ വീണ്ടും വീണ്ടും വരികയാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഇപ്പോൾ കർഷകർ പറഞ്ഞു നമ്മളോട്, തെങ്ങും കവുങ്ങും വാഴയും ഇവിടെ എന്തൊക്കെ കൃഷിയുണ്ടോ അതിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒച്ചുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് അടിയന്തരമായി ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇവിടുത്തെ 3 ഡിവിഷനിലെ തൊഴിലുറപ്പുകാരൊക്കെ ചേർന്നൊരു ഒഴിഞ്ഞെടുക്കുന്ന പറമ്പുകളും മറ്റുമൊക്കെ ഉപ്പുവെള്ളം തളിക്കാനും ഇതിനെ കൊല്ലാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ ഈ ആഴ്ചയിൽ നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ആവുമെന്ന് വിചാരിക്കുന്നില്ല. ഇതൊരു സർക്കാരിൻ്റെ നേരിട്ട് ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ വലിയ വിപത്തിനെ തടയാൻ പറ്റുള്ളൂ. അത് തടയണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു വലിയ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാവണം. ഇതിനെ പരിപൂർണമായി നശിപ്പിക്കണം. നാളുകളിൽ ഈ വടക്കാഞ്ചേരി നഗരസഭ മാത്രമല്ല, വേലൂർ പഞ്ചായത്ത്, അവണൂർ പഞ്ചായത്തൊക്കെ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപിപ്പിക്കുകയും ഈ പ്രദേശത്ത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഇതിനകത്ത് ഉണ്ടാവണം. ജനകീയമായ എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ആളുകളും കൗൺസിലർമാരും ഒക്കെ ഒരുക്കും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ ഇത് പരിപൂർണമായി നശിപ്പിക്കാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് CCV.